ആലപ്പുഴ സ്വദേശിയെയാണ് ഫാത്തിമ ആദ്യം വിവാഹം കഴിച്ചത്. ഈ ഒരു ബന്ധത്തിൽ 3 വയസ്സുള്ള ഒരു കുട്ടിയും കൂടിയുണ്ട്. ഭർത്താവുമായി പിണങ്ങി അന്യമതസ്ഥനായ ദീപുവിന്റെ കൂടെ താമസം ആരംഭിച്ചു. സംഭവം ഇപ്പം നടന്നിരിക്കുന്നത് ഫാത്തിമ ജീവനൊടുക്കിയിരിക്കുകയാണ്. വെറും 22 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് വിശ്വസിക്കുന്നത് മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. അങ്ങനെയുള്ള വിശ്വാസം കൊണ്ട് തന്നെ ഒരുപാട് ജീവിതങ്ങളും ഒരുപാട് പദ്ധതികളും ഒരുപാട് സ്വപ്നങ്ങളും തകർത്തടിഞ്ഞ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി. ആ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് വളരെ സന്തോഷകരമായി പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബ ജീവിതമാണ് അങ്ങനെയുള്ള ഒരു തെറ്റായ ധാരണയിൽ നിന്നും തകർന്നടിയുന്നത്. അവസാനം ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. മനുഷ്യന്മാരുടെ ചിന്താഗതികളും ബോധോദയങ്ങളും ചില സമയത്തെല്ലാം തെറ്റാറുണ്ട് എന്നുള്ളതിന്റെ വളരെ വലിയൊരു എക്സാമ്പിൾ ആണ് ഫാത്തിമ. അപ്പൊ എന്താണെങ്കിലും ഫാത്തിമയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നും അതുപോലെ തന്നെ ഫാത്തിമ നമുക്ക് നൽകുന്ന പാഠം എന്താണ് എന്നും ഒരു ചെറിയ വീഡിയോയിലൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ആലപ്പുഴ സ്വദേശിയെയാണ് ഫാത്തിമ ആദ്യം വിവാഹം കഴിച്ചത്. ഈ ഒരു ബന്ധത്തിൽ 3 വയസ്സുള്ള ഒരു കുട്ടിയും കൂടിയുണ്ട്. ഭർത്താവുമായി പിണങ്ങി അന്യമതസ്ഥനായ ദീപുവിന്റെ കൂടെ താമസം ആരംഭിച്ചു. സംഭവം ഇപ്പം നടന്നിരിക്കുന്നത് ഫാത്തിമ ജീവനൊടുക്കിയിരിക്കുകയാണ്. ഇതുപോലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതുപോലുള്ള വിവാഹ ബന്ധം എത്രത്തോളം സക്സസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ തന്നെ നേരെ ചൊവ്വ വിവാഹം കഴിഞ്ഞത് എത്രമാത്രം സക്സസ്ഫുൾ ആണ്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ നേരെ ചൊവ്വ കല്യാണം കഴിച്ചവരിൽ എത്ര പേര് സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നുണ്ട്. എല്ലാ ബന്ധത്തിലും ഉണ്ടാവും കലഹങ്ങളും കൂട്ടങ്ങളും ഒക്കെ. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കലാണ് ജീവിതം. ഇണക്കവും പിണക്കവും എല്ലാം കൂടിയത് തന്നെയാണ് ജീവിതം. ഒരു വാശിക്ക് ഇറങ്ങിപ്പോകേണ്ടതല്ല ജീവിതം. അങ്ങനെ നമ്മൾ ദാമ്പത്യ ജീവിതം സന്തോഷത്തോടു കൂടി ജീവിച്ച് കാണിച്ചു കൊടുക്കണം പടച്ചറബിന്. പല പരീക്ഷണങ്ങളും ഉണ്ടാവും ദാമ്പത്യ ജീവിതത്തിൽ. അതിനെയൊക്കെ തരണം ചെയ്ത് സ്നേഹിച്ച് ജീവിക്കുക. നമ്മൾ കാണുന്ന എല്ലാവരും ദാമ്പത്യ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിരിക്കില്ല. എല്ലാവരിലും ഉണ്ട് ഓരോ പ്രശ്നങ്ങൾ. അതിനെ തരണം ചെയ്ത് ജീവിക്കലാണ് നമ്മുടെ ധർമ്മം. ഒന്നുമില്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടെന്നെങ്കിലും ഓർക്കണ്ടേ. യുവതി ജീവനൊടുക്കുമ്പോൾ ഗർഭിണിയാണത്രേ. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഭർത്താവുമായി ചെറിയ പിണക്കം. ആ സമയം മുതലെടുക്കാൻ ഒരുപാട് പേരുമുണ്ടാകും. ആ സമയത്തെ അവൻ മുതലെടുക്കുകയും ചെയ്തു. ഈയക്കോട് ചെറുതോടിന് സമീപം ദീപുവിന്റെ വീട്ടിലാണ് ജീവനൊടുക്കിയത്. ചെറുക്കന്റെ വീട്ടിൽ തന്നെയാണ് ഇവൾ ജീവനൊടുക്കിയത്. കുമ്മിൽ തൃക്കണ്ണാപുരം ഷഹാൻ മൻസിൽ ഫാത്തിമ 22 വയസ്സാണ് മരണപ്പെട്ടത്. വെറും 22 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദാമ്പത്യ ജീവിതം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളങ്ങ് മനസ്സിൽ ഉറപ്പിക്കുക, നമ്മുടെ ഭാര്യ തന്നെയാണ് ഏറ്റവും നല്ല ഭാര്യ ലോകത്ത്. ഫാത്തിമയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഫാത്തിമ വളരെ സന്തോഷത്തോടെയും ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടും കൂടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു മുസ്ലിം യുവതിയായിരുന്നു. ആ ഒരു യുവതിയുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രശ്നം, തന്റെ ഭർത്താവിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ മാത്രമേ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ ഫാത്തിമയ്ക്ക് സംഭവിച്ച ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, തന്റെ ഭർത്താവ് തന്നെ ശരിക്കും നോക്കുന്നില്ല, തന്റെ ഭർത്താവിൽ നിന്നും ശരിക്കുള്ള സ്നേഹം കിട്ടുന്നില്ല എന്നൊക്കെയുള്ള തോന്നലുകളും ആവലാതികളും അവളുടെ ഉള്ളിൽ വളർന്നു വരികയായിരുന്നു. അങ്ങനെയാണ് ദീപു എന്ന പേരുള്ള മറ്റൊരുത്തനുമായിട്ട് ഇഷ്ടത്തിലാവുന്നതും പ്രണയത്തിലാവുന്നതും അതുപോലെ തന്നെ അവന്റെ കൂടെ ഒളിച്ചോടി പോകുന്നതും. ആ പോകുന്ന സമയത്ത് തന്റെ ആദ്യ ഭർത്താവിൽ ഫാത്തിമയ്ക്ക് 3 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. മാതൃത്വം എന്ന് പറഞ്ഞത് വളരെ വിലപ്പെട്ട, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള, ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഈ ഒരു പെൺകുട്ടി ആ ഒരു കുഞ്ഞിനെ അവിടെ ഭർത്താവിന്റെ അടുത്ത് ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് അവരുടെ മാതൃത്വത്തെ തന്നെ ചില സമയത്തൊക്കെ ഇങ്ങനെയാണ്. നമ്മൾ അന്ധമായിട്ട് എന്തിലെങ്കിലും വിശ്വസിച്ചു കഴിഞ്ഞാൽ, അന്ധമായിട്ട് എന്തിലെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ളതൊന്നും നമുക്ക് കാണൂല. നമ്മൾ ചെയ്യുന്നത് മാത്രമാണ് ശരി, എൻ്റെ കൂടെയുള്ളതെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് എന്നുള്ള ബോധം അത് വളരെ വലിയ കാര്യമായിട്ട് നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഇത് തന്നെയാണ് ഫാത്തിമയ്ക്ക് സംഭവിച്ചത്. ആ കുഞ്ഞിനെ ഇട്ട് പോകുന്ന സമയത്ത് അവൾക്ക് ഒരിത്തിരി പോലും കുറ്റബോധം തോന്നിയിട്ടുണ്ടാവില്ലായിരിക്കും. അങ്ങനെ ദീപുവിന്റെ കൂടെ പോകുന്നു. ദീപുവിന്റെ അടുത്ത് എത്തിയ സമയത്താണ് അക്കരെ പച്ചയല്ല, എൻ്റെ ഭർത്താവ് തന്നെയായിരുന്നു ശരി, അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വന്ന ജീവിതം ഇതന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് എത്തുകയാണ്. എത്തുന്ന സമയത്ത് അവള്
ആത്മഹത്യ ചെയ്ത് പോകുന്നു. ആ സമയത്ത് അവൾ ഇതുപോലെ ഗർഭിണിയായിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് അവള് ആത്മഹത്യ ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരമില്ല. പക്ഷെ നമുക്ക് ചില നിഗമനങ്ങളിലേക്ക് എത്താം. ഇതുപോലെയുള്ള കുടുംബജീവിതങ്ങൾ തകർന്ന് തരിപ്പണമാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തന്റെ ഭർത്താവിൽ സന്തോഷവും അതുപോലെ തന്നെ സ്നേഹവും കാണാത്ത ഒരു സ്ത്രീക്ക് വേറെ എവിടെ അത് കാണാനായിട്ട് സാധിക്കില്ല. പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൗൺസിലിങ്ങിലൂടെ മാറ്റാവുന്നതാണ്. ആ കൗൺസിലിങ്ങിലൂടെ മാറ്റാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വേർപിരിയൽ ഒരു ഓപ്ഷനാണ്. വേർപിരിഞ്ഞതിന് ശേഷം അന്തസ്സായിട്ട് മറ്റൊരു വിവാഹത്തിലേക്ക് പോകാം, മറ്റൊരു പുരുഷന്റെ അടുത്തേക്ക് പോകാം. ഒരു ഭർത്താവിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു പുരുഷനെ തേടുക എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പല ആളുകളും പല രീതിയിലും പറയുന്ന ആളുകൾ ഉണ്ടാവും കേട്ടോ. അപ്പം ഒരു പുരുഷനിൽ തന്നെ ജീവിക്കണമെന്നില്ല എന്നൊക്കെ പറയുന്ന ലിബറൽ മെന്റാലിറ്റി ഉള്ള ആളുകൾ ഉണ്ടാവും. എന്തായാലും ഞാൻ ആ കൂട്ടത്തിൽ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് സ്നേഹം കിട്ടാതെ പോയി ദീപുവിൻ്റെ അടുത്തും ഇത് തന്നെയാണ് അവൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അവിടെ നേരിടേണ്ടി വന്നപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, ഇനി ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം, ഒരുപാട് തെറ്റുകൾ ഞാൻ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, അപ്പം ഇനി എനിക്ക് ഒരു മരണമല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവിലാണ് അവള് മരിക്കാൻ പോയിട്ടുണ്ടാവുക. ഈ ഒരു സമയത്ത് അവളുടെ മരണസമയത്ത് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്ന സമയത്താണ് അവളുടെ നെറ്റിയിലും അവിടെയൊക്കെയായിട്ട് ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതെങ്ങനെ വന്ന മുറിവുകളാണെന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ ദീപുവിന്റെ അക്രമമായിരിക്കാം, അതല്ലാതെ വരാൻ മാർഗം വളരെ ചാൻസ് കുറവാണ്. ദീപുവിന്റെ മനസ്സിലും എന്തായിരിക്കും ഉണ്ടാവുക, ഇവള് ഒരു പുരുഷന്റെ അടുത്ത് നിന്നാണല്ലോ എൻ്റെ അടുത്തേക്ക് വന്നത്, അപ്പൊ ഇനി ഇവളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും, ഇവൾ എൻ്റെ അടുത്ത് നിന്ന് മറ്റൊരാളുടെ അടുത്തേക്ക് പോകില്ല എന്നുള്ള എന്ത് വിശ്വാസമാണ് എനിക്കുള്ളത് എന്നായിരിക്കും ചിന്ത വരുന്നത്. പലപ്പോഴും പെൺകുട്ടികൾ ഒളിച്ചോടി പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഒളിച്ചോടി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ നഷ്ടം ആ മക്കൾക്കായിരിക്കും. നിങ്ങളുടെ ആദ്യത്തെ ഭർത്താവിന് ചിലപ്പോൾ വേറൊരു ജീവിതം കിട്ടിയെന്ന് വരും. ചിലപ്പോൾ എന്നല്ല, ഒരു 90% അവർക്ക് വേറെ ജീവിതം കിട്ടും. അവർ സന്തോഷമായി സുഖമായിട്ട് ജീവിക്കും. അവിടെ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുമാണ്. കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് സത്യത്തിൽ ഒരു ഉമ്മാന്റെ സ്നേഹം നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഉപ്പ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പാന്റെ സ്നേഹം ഡിവൈഡായി പോകും. പിന്നെ അവരോടുള്ള ശ്രദ്ധ കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. കാരണം പുരുഷന്മാരെന്ന് പറയുന്നത് സ്ത്രീകളെ പോലെ ഇമോഷണൽ അല്ല, ഇമോഷണലായി ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകളല്ല. സ്ത്രീകളാണെങ്കിൽ കുറച്ചും കൂടി ഇമോഷണലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ നമ്മളും അവരുടെ കൂടെ അതേപോലെ വിഷമിക്കുന്നത് അതുകൊണ്ടാണ്. പനിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഉമ്മമാരാണ് ഉറക്കൊഴിച്ച് അവരുടെ കൂടെ ഇരിക്കുക. കാരണം ഉമ്മമാരാണ് കൂടുതൽ സെന്റിമെന്റൽ ആയിട്ടുള്ളത്. ഉപ്പമാരാണെങ്കിൽ മരുന്ന് കൊടുത്തിട്ട് അവരുറങ്ങും. ഒട്ടുമിക്ക ആളുകളുടെ, എല്ലാവരും ഞാൻ ജനറലൈസ് ചെയ്യല്ല, ഒട്ടുമിക്ക ആളുകളും അങ്ങനെയാണ്. കാരണം പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടിട്ട് അവര് അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളാണ്. പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല. പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ മാത്രമല്ല, അതിനെക്കുറിച്ച് ആവലാതിപ്പെട്ട് വിഷമിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഒരു പുസ്തകം പോലും ഉണ്ട്, മെൻ ആർ ഫ്രം മാർസ് ആൻഡ് വിമൻ ആർ ഫ്രം വീനസ് എന്ന്. സ്ത്രീകൾ കൂടുതൽ ഇമോഷണലും പുരുഷന്മാർ കൂടുതൽ ലോജിക്കലുമാണ്. ആ ഒരു ഡിഫറൻസ് നമുക്ക് എപ്പോഴും കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു സാധനം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ റിഫ്ലക്റ്റ് ആവും. മക്കൾക്കത് നഷ്ടപ്പെടും. പിന്നെ നഷ്ടപ്പെടുക ഒളിച്ചോടി പോകുന്ന ഒരു സ്ത്രീക്കാണ്. എന്ത് തേടിയാണോ പോകുന്നത് അതൊരിക്കലും അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഒരാളെ വിഷമിപ്പിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ, ഒരു കുടുംബത്തെ കണ്ണീരിലാഴ്ത്തി, ഒരു കുടുംബമല്ല 2 കുടുംബമായിരിക്കും. കാരണം ആ പെൺകുട്ടിയുടെ കുടുംബം ഇത് സപ്പോർട്ട് ചെയ്തോളണമെന്നില്ല. ആ പെൺകുട്ടിയുടെ കുടുംബവും അവളുടെ ഉമ്മയും ഉപ്പയും അതുപോലെ തന്നെ ആ ഭർത്താവും, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരും, ആ ഭർത്താവിന്റെ ഉമ്മയും ഉപ്പയും അവരനുഭവിക്കുന്ന നാണക്കേടും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചു പോകുമ്പോൾ എവിടെ നിന്നാണ് സന്തോഷം കിട്ടുക? അതൊരിക്കലും കിട്ടുന്ന ഒരു കാര്യമല്ല. ഭർത്താവുമായിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. പലപ്പോഴും കുടുംബ ബന്ധങ്ങളിൽ സംഭവിക്കുന്ന വിള്ളൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ഇല്ല എന്നുള്ളതാണ്. ഒരു നല്ല രീതിയിൽ ഭർത്താവിൽ നിന്ന് എന്താണോ താൻ പ്രതീക്ഷിക്കുന്നത് അത് തുറന്ന് സംസാരിക്കാൻ ഭാര്യയും, ഭാര്യയിൽ നിന്ന് എന്താണോ ഭർത്താവിന് വേണ്ടത് അത് തുറന്ന് സംസാരിക്കാൻ ഭർത്താവും തയ്യാറായി കഴിഞ്ഞാൽ ഒട്ടുമിക്ക കുടുംബ പ്രശ്നങ്ങളും അവിടെ തീരും. നമ്മൾ പലപ്പോഴും കുടുംബ ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ വരാനുള്ള ഒരു കാരണം കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഇടയിൽ തമ്മിലുള്ള സംസാരങ്ങളും സ്നേഹവും പരിഗണനയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ പുറത്തു പോകുന്ന സമയത്ത് ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ കൈയൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അതിൽ സ്വർഗം കാണാൻ സാധിക്കും. പല സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും. കൂടുതലായിട്ട് സ്ത്രീകൾക്കാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഭാര്യയുടെ കൈയൊന്ന് പിടിച്ചാൽ, പുറത്തു പോകുന്ന സമയത്ത് അവളൊന്ന് ചുംബിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ പലപ്പോഴും പല കുടുംബങ്ങളിൽ ഉണ്ടാവാറുള്ളൂ. അതിന് മറ്റൊരു സ്നേഹം തേടി പോകേണ്ട ഒരു ആവശ്യമേ കാണുന്നില്ല. നിങ്ങളെ നഷ്ടപ്പെടുത്തി പോകുന്നത് നിങ്ങളുടെ തന്നെ ജീവിതമാണ് എന്നുള്ളൊരു
ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരിക്കുക എന്നുള്ളത്. നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കരുത്. അത് ഭർത്താവിന്റെ കയ്യിലോ മക്കളുടെ കയ്യിലോ ഉമ്മയുടെയോ വാപ്പയുടെയോ ആരുടെയും കയ്യിൽ കൊടുക്കരുത്. എൻ്റെ സന്തോഷത്തിന്റെ താക്കോൽ എൻ്റെ കയ്യിലാണ് എന്നുള്ള ഉത്തരവാദിത്ത ബോധം എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവണം. ഭർത്താവ് എന്നോട് നല്ല രീതിയിൽ സംസാരിച്ചില്ല, അതുകൊണ്ട് ഞാൻ അൺഹാപ്പിയാണ്. എൻ്റെ മക്കൾ എന്നോട് എന്തോ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അൺഹാപ്പിയാണെന്ന് പറയരുത്. നമ്മുടെ മനസ്സിന് കൃത്യമായിട്ടുള്ള ഒരു ബോധം വേണം. ആ ബോധം ഉണ്ടാകുന്നത് പലപ്പോഴും സ്പിരിച്വാലിറ്റിയിൽ നിന്നാണ്. ആത്മീയ ബോധം കുറേയൊക്കെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും അതുപോലെ തന്നെ മനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാധിപ്പിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എന്താണെങ്കിലും ഇതുപോലെ ഒളിച്ചോടി പോയിട്ടുള്ള കുടുംബ ബന്ധങ്ങളൊന്നും ഒരു 95% നല്ല രീതിയിൽ പോയിട്ടില്ല. നിങ്ങളെ നഷ്ടപ്പെടുത്തി പോകുന്നത് നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കുടുംബത്തെയാണ്. അത് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളിലേക്ക് പോകാതിരിക്കുക. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പുറത്തു നിന്നുള്ള ആളുകൾ വരും, നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾക്ക് അത് തരാം, തേങ്ങ തരാം, ചക്കര തരാം, പഞ്ചസാര തരാം, ശർക്കര തരാം എന്നൊക്കെ പറഞ്ഞു വരും. അതിലൊന്നും ഒരു കാരണവശാലും വീണു പോകരുത്. കാരണം പുരുഷന്മാരെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും സ്വഭാവം സെയിം ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞു, ലോജിക്കലാണ്, ഇമോഷണൽ അല്ല, ആ ഒരു രീതിയിലാണ്. അപ്പം നിങ്ങളെ നഷ്ടപ്പെടുത്തി പോകുന്നതിനേക്കാൾ നല്ലതൊന്നും എനിക്ക് അവിടെ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നിങ്ങൾ കാണുന്ന ആളുകൾ, ഒരു ഭർത്താവ് ഉണ്ടായിരിക്കും, നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന പുരുഷന്മാരുടെ യഥാർത്ഥ സ്വഭാവം അതായിരിക്കില്ല. അവർക്ക് വേറൊരു സ്വഭാവം ഉണ്ടാകും. നിങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ, നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നല്ല മുഖം ചമഞ്ഞ് നിങ്ങളുടെ മുന്നിൽ വരും. പക്ഷെ അത് വിശ്വസിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചതിക്കുഴിയിൽ വീഴുന്നത് നിങ്ങൾ തന്നെയാണ് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള കഥകൾ റിപ്പീറ്റ് ചെയ്യപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചെല്ലാൻ ബൈ.